മക്കളെ വളർത്തിയെടുക്കുമ്പോൾ മക്കൾ ആരാണ് എന്ന് കൃത്യമായി അറിയുവാനുള്ള ഉത്തരവാദിത്വം. തൻ്റെ ശരീരത്തിൽ നിന്ന് 9 മാസവും 9 ദിവസവും 9 നാഴികയും 9 വിനാഴികയുമൊക്കെ സ്വന്തം ശരീരത്തിൽ നിന്ന് എല്ലാ ഊർജവും സ്വീകരിച്ചവനാണ്. അവൻ്റെ വളർച്ച മുഴുവൻ തന്നെ ചുറ്റിപ്പറ്റി മാത്രമായിരുന്നു. അങ്ങനെയുള്ളവൻ്റെ മനസ്സറിയുവാൻ ഒരമ്മയ്ക്ക് കഴിയുന്നില്ല എങ്കിൽ ആ അമ്മ ഒരു പരാജയമായിരിക്കും. അത് വളരെ ഗൗരവത്തോടെ ഓർക്കണം. അത് അമ്മയുടെ മാത്രം ദൗത്യമാണ് എന്ന് ഞാൻ കരുതുന്നില്ല. അതിനപ്പുറത്തേക്ക് ഇസഹാക്കിൻ്റെ അടുക്കൽ ചെല്ലുമ്പോൾ ഇസഹാക്കിന് ഭയങ്കര സംശയമുണ്ടാകുന്നുണ്ട്. ഇവൻ മൂത്തവൻ തന്നെയാണോ എന്ന് അവൻ തപ്പി നോക്കുന്നുണ്ട്. നിന്റെ ഗന്ധം മറ്റൊന്നാണല്ലോ എന്ന് പറയുന്നുണ്ട്. പക്ഷേ അതിൻ്റെ എല്ലാം ഒടുവിൽ ഇസഹാക്ക് അവൻ്റെ മേൽ കൈവച്ച് അവന് ജ്യേഷ്ഠാവകാശം കൊടുക്കുകയാണ്. അതെന്തുകൊണ്ടാകണം? തൻ്റെ മകനെ ജ്യേഷ്ഠനല്ല വന്നിരിക്കുന്നത് എന്ന് അറിഞ്ഞുകൊണ്ട്